അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട മുഅ്മിനുകളെ, അല്ലാഹു സുബ്ഹാനഹു തആല പവിത്രമായ റമസാൻ മാസത്തിലുള്ള എല്ലാ ഇബാദത്തുകളെയും സ്വീകരിക്കുമാറാകട്ടെ. മാങ്ങ പിടിച്ച നോമ്പ്, ഞങ്ങൾ നിസ്കരിച്ച നിസ്കാരവും തറാബി നിസ്കാരവും കൊടുത്തതായ ദാനധർമ്മങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ തൃപ്തിപ്പെട്ടതായിട്ട് സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്നലെ ഞങ്ങൾ ചർച്ച ആക്കിക്കൊണ്ടിരുന്ന വിഷയ സക്കാത്ത് സംബന്ധിച്ചായിരുന്നു. സക്കാത്ത് അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ അടിമകൾക്ക് ഇസ്ലാം ദീൻ്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഒന്നാക്കിയിട്ട് ഫർദാക്കി തന്നതാണ്. ഞങ്ങൾ ഇന്നലെ ചർച്ചയാക്കിക്കൊണ്ടിരുന്നത് ഞങ്ങളെ കച്ചവടത്തെ സക്കാത്ത് എങ്ങനെ എന്നുള്ള വിധത്തിരിക്കുന്നത്. കച്ചവട വ്യാപാര ബിസിനസ്, അത് ഒരു മനുഷ്യ അവൻ കച്ചവടം തുടങ്ങിയിട്ട് ഒരു വർഷം ആകുമ്പോഴത്തേക്ക് അവനുക്കുള്ള സക്കാത്ത് എന്താവും, നിർബന്ധമാവും, ഫർളാവും. അപ്പോൾ ഒരാള് ഷാബാൻ തിങ്കളത്തിൽ തുടങ്ങിയിട്ടെന്ന് വിചാരിച്ചു. പോയ വർഷം ഷാബാൻ തിങ്ങത്തിൽ വന്നൊരു കൈത്തിരിക്കട് അവൻ കച്ചവടം തുടങ്ങിയത്. ഈ വർഷം ഷാബാൻ തിങ്ങ ഒന്നാവുമ്പോഴത്തേക്ക് ഒരു വർഷം പൂർത്തിയായി. അവൻ ആ ഷാബാൻ തിങ്ങത്തിൽ അവൻ്റെ ബണ്ടുവാൾ എത്ര കിട്ടുന്ന, അപ്പോൾ ആ ചരക്ക് ഇരിക്കരുത്. ബിസിനസ് മേനാണെങ്കിൽ എന്തെല്ലാം ബിസിനസ് ആക്കടാ, ಅದಕ್ಕೆ ಬೇಣತಿ ಅಂದ ಅವನು ಇತರ ಬಂಡವಾಳ ಇಟ್ಟ. അങ്ങനെ അപ്പോൾ ആ ಬಂಡವಾಳ അത് ഇട്ടതും അവൻ ഒരു വർഷം കൂടുമ്പോഴത്തേക്ക് അവന് കിട്ടിയ ലാഭം അത് ഒട്ടുക്ക് കണക്കാക്കിയിട്ട് ടോട്ടലാക്കിയിട്ട് അതിന് ജനറ സേക്കട ആയിത്തിരിക്കട് അവന് സക്കാത്ത് കൊടുക്കണം. അപ്പം കച്ചവടത്തിൽ ഏതെല്ലാം എല്ലാം അവൻ കച്ചവടം വരുമ്പോഴത്തേക്ക് എല്ലാ സ്വത്തും അതിൽ ഉൾപ്പെടും. കച്ചവടത്തിൽ എല്ലാം അതിൽ ഉൾപ്പെടും. അപ്പോൾ അവന് റിയൽ എസ്റ്റേറ്റ് ആക്കട, അതും ഉൾപ്പെടും. അതെല്ലാം അവന് ഒരു ഭൂമി എടുത്ത് വെച്ചിര, അവന് തോട്ടം എടുത്തിര, അത് അവൻ്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് എടുത്തതായിട്ടെങ്കിൽ ಅದಕ್ಕೆ ಸೇರಿಲ್ಲ. ಅದೇ ತೋಟ ಅವನು ಬಿಸ್ನೆಸ್ ಹಾಕೋಕೆ ಬೇಣೈತೆ ಐತ್ರಿ എടുത്തത്. അവൻ റിയൽ എസ്റ്റേറ്റ് എങ്ങനെ കച്ചവടം എടുത്തിട്ട് എന്താക്കിയിട്ടിരിക്കുക, വ്യാപാരം നടത്തിയിട്ടിരിക്കണം, വിൽക്കട, പിന്നെ വേറെ എടുക്കട കൊടുക്കട, അങ്ങനെ അതായെങ്കിൽ അപ്പം അത് കൂടി ഈ കണക്കിൽ ഉൾപ്പെടുത്തണം. അതിൻ്റെ വില എത്രയെന്ന് അത് കണക്കിൽ ഉൾപ്പെടുത്തണം. അവൻ ഏത് വാഹനമായെങ്കിലും അവൻ ബിസിനസ് വേണ്ടിയിട്ട് അവൻ്റെ വാഹന കച്ചവടം നടത്തിയിട്ടില്ല, അപ്പോൾ അങ്ങനെ വാഹനത്തിൽ ഉൾപ്പെടുത്തണം. അതല്ല അവൻ വാഹനം എടുത്തിട്ട് അവൻ്റെ അടുത്ത് നല്ല മുന്തിയ ഒരു കാറുണ്ട്, അത് അവൻ്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ട്, അപ്പം അത് കണക്കിൽ സക്കാത്തിൽ കണക്കിൽ ഉൾപ്പെടുത്തില്ല. അങ്ങനെ അപ്പോൾ സക്കാത്ത്. അപ്പോൾ ഒരു ഷാബാൻ ഒന്നുക്ക് എടുത്ത ആള് അവൻ ഈ ഷാബാൻ കൂടുമ്പോഴത്തേക്ക് ഒരു വർഷമായിട്ട് പൂർത്തിയായിട്ട് അപ്പോൾ അവൻ്റെ അതിലുള്ള മാളുടെ എല്ലാത്തും എന്താക്കണം, കണക്ക് കൂട്ടിയിട്ട് അത് കണക്ക് കൂട്ടണേ. എല്ലാത്തിനും അത് സമയമില്ല, ടൈമില്ല, ഉൾപ്പെടുന്നതല്ല. അവൻ കണക്ക് അതെല്ലാം സേർപാട്ടണം. അങ്ങനെ അത് സേർപാട്ടിട്ട് അവന് ഒരു വർഷം പൂർത്തിയാകുമ്പോഴത്തേക്ക് അത് ഷെയർപാട്ടിട്ട് അതിൻ്റെ ജനറ സേക്കണം. അപ്പോൾ അത് ഏത് കണക്ക് കൂട്ടണോ, അപ്പോൾ എത്രാമത്തത് അത് വെള്ളിയുടെ കണക്കായിത്തിരിക്കട്. വെള്ളിയുടെ നിസാബ് അതിൻ്റെ ഒരു കണക്ക് സംഖ്യ ഉണ്ട്, ഇസ്ലാം നിശ്ചയിച്ച ഒരു സംഖ്യ. വെള്ളി ഇത്ര എന്തെങ്കിലും ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെള്ളി 595 വെള്ളിക്ക് വില എത്ര ആവുള്ളൂ? ഇപ്പം അത് 25,350 രൂപ 95 പൈസ ആയിത്തിരിക്കട് ഇപ്പോഴത്തെ വെള്ളിയുടെ റേറ്റ്. ഈ 595 ഗ്രാം വെള്ളിക്ക് അപ്പോൾ അത് 25,352 രൂപ 95 പൈസ അവിടെ അതിൻ്റെ ആട്ട് മേലെ എത്ര ഉണ്ടെങ്കിൽ അത്ര അനുസരിച്ച് ജനറൽ സൈക്കിൾ കണക്ക് കൊടുക്കണം. അതിൻ്റെ ആട്ട് കീഴ് 25,352 രൂപ 95 പൈസ കൊറടിയുന്നെങ്കിൽ അവന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല.
ഈ വെള്ളിയുടെ കണക്കായിത്തിരിക്കടെ അവൻ പിടിക്കടെ. അതിൽ ബംഗാര കണക്കിടെ വില അനുസരിച്ചിട്ട് പിടിക്കില്ല, വെള്ളിയുടെ കണക്കനുസരിച്ചിട്ടായിരിക്കും പിടിക്കടെ. അങ്ങനെ വ്യാപാരത്തെ അപ്പോൾ ഒരു വർഷത്തെ അവന് ഏത് വ്യാപാരം വേണാക്കട്ട്, ഐസ്ക്രീം ബാണിയെ വേണാക്കട്ട്, അടിക്കട ബാണിയെ വേണാക്കട്ട്, അതല്ല മീൻ്റെ ബാണിയാക്കട്ട്, അങ്ങനെ എല്ലാം ആക്കിയിട്ട് വർഷത്തിൽ കൂടുമ്പോൾ കണക്കാക്കിയിട്ട് അവൻ പൂർത്തിയായിട്ട് ഒരു വർഷം ബിസിനസ് ഇരിക്കണം. അവൻ ഒരു വർഷത്തോളം ഫുള്ളായിട്ട് ആ ബിസിനസ് നടത്തുമ്പോഴത്തേക്ക് അവനെ കൂട്ടിയത് പൈസത്തിൽ എന്താ കൊടുക്കണം. അതേപോലെ ഇപ്പോൾ ഈ പൈസ ഒരാളൊട്ടക്ക് പൈസ 100 രൂപയ്ക്ക് ജനറൽ സൈക്കടാന്നല്ല, അത് കണക്കാക്കട്ടെ. ഒരാളിട്ട് ഒരു 100 രൂപ ഈ വർഷം പോയ ഷബാനിൽ 100 രൂപ വെച്ചിരാവണം, അവൻ്റെ കയ്യിൽ കീസിൽ 100 രൂപ ഉണ്ട്. അങ്ങനെ ഈ ഷാബാൻ ഒരു താരീഖ് വന്നിട്ട് 100 രൂപ, അപ്പോൾ അതൊക്കെ സക്കാത്ത് കൊടുക്കണം. അതല്ല, അത് അവൻ്റെ പൈസ എത്ര ഇരിക്കണോ ഈ നിസാബ്, വെള്ളിയുടെ നിസാബ് 25,352 രൂപ 95 പൈസ അവൻ പോയ ഷാബാനിൽ അവൻ എടുത്ത് വെച്ചിരാം. അങ്ങനെ ഈ ഷാബാൻ ഒരു താരീഖാകുമ്പോഴത്തേക്ക് അവൻ്റെ ഒട്ടുക്ക് 25,352 രൂപ 95 പൈസ അവൻ്റെ ഒട്ടുക്ക് ഇന്നെങ്കിൽ അതിനനുസരിച്ച് അവന് സക്കാത്ത് അതിൻ്റെ ജനറൽ സൈക്കിൾ സക്കാത്ത് കൊടുക്കണം. ഇതായിത്തിരിക്കട് വ്യാപാരത്തിലും പൈസ അവൻ്റെ ഒട്ടുണ്ടെങ്കിലും അതിൻ്റെ സക്കാത്ത് അവന് കൊടുക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇനി ഇത് സ്വാർട്ടായിട്ട് ഇത് തിരിക്കട്ടെ. ഇനി പിതൃ സക്കാത്ത്, ഇപ്പം ശരീര സംബന്ധമായ സക്കാത്തായി തിരിക്കട്ടെ. അത് എപ്പോൾ നിർബന്ധം? അവിടെ ഷാബാൻ പൂർത്തിയായിട്ട് ഷവ്വാല് ചന്ദ്രദർശന ആയോടുകൂടെ ആ ഫിത്ർ സക്കാത്ത് കഡ്ഡായമായിട്ട് വേണ്ട. അത് ആരുകല്ല, അത് എല്ലാ മുസ്ലിം സ്വതന്ത്രനായ ഒരു മുസ്ലിം അവൻ്റെ മേലെ കഡ്ഡായ. അതേപോലെ അവന് ആറുകല്ല കഡ്ഡായത്തെ തിരിക്കട്. അവൻ്റെ ആശ്രിതരായിട്ട് ആറല്ല ഇരിക്കടാറ് മുസ്ലിമിങ്ങ, അവൻ്റെ ആശ്രിതരായിട്ട് ആറല്ല ഉള്ളാറ് അങ്ക് അവനുക്കും അത് കഡ്ഡായത്ത് വേണ്ട അണ്ണുക്കൾ വേണം. അപ്പോൾ ഒരു നൻ്റെ ആശ്രയിച്ചിട്ട് ആറല്ലുള്ളാർ, നൻ്റെ ഭാര്യ, നൻ്റെ മക്ക, ഉമ്മ ആരെങ്കിലും ഏലോണു ആറെല്ലാം നൻ്റെ ആശ്രയിച്ചിട്ടിരിക്കലാറ് അങ്ക് അങ്ങളെ മേലും നൻ്റെ മേലും അത് കഡ്ഡായിട്ട് വേണം. അപ്പോൾ അങ്ങളത് തൊട്ടും നാണെന്താക്കണം, സക്കാത്ത് ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഇത് ഫിത്ർ സക്കാത്ത് കഡ്ഡായം അവിടെ റമദാനിലെ അത് പെരുന്നാളിലെ നിസ്കാരത്തോടു കൂടെ അത് കൊടുത്തു വീട്ടണം. നിസ്കാരത്തിലോട് കൂടെ എത്തിരിക്കണം, അത് കൊടുത്ത് വീട്ടേണ്ടത്. അപ്പോൾ ഫിത്ർ സക്കാത്ത് ഈ നിലയിലായിരിക്കും സക്കാത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ അപ്പോൾ ആ നാട്ടിൽ എന്ത് കൊടുക്കണം? ആ നാട്ടിൽ മുഖ്യമായ ഭക്ഷണം എന്തായിത്തിരിക്കട്ടെ ഭക്ഷിക്കേണ്ടത്, ആ വസ്തു ആയിത്തിരിക്കണം, അതിൽ മുന്തിയതായിത്തിരിക്കണം സക്കാത്ത് കൊടുക്കേണ്ടത്. ആ ഫിത്ർ സക്കാത്ത് എന്ത് അള്ളാഹു താല നമുക്ക് ശരിയാക്കി തന്നത്, അവൻ പിടിച്ചതായിരിക്കുന്ന വർഷത്തിൽ അവൻ പിടിച്ചതായിരിക്കുന്ന ആ നോമ്പ് അതിൽ ഒരു എന്തെങ്കിലും ന്യൂനത്തെന്നെങ്കിൽ അതിന് പരിഹാരത്ത് വേണ്ടി തയ്ത്തിരിക്കടെ ഫിത്ർ സക്കാത്ത് കൊടുക്കുക. അപ്പോൾ ഇതിക്ക് വേണ്ടി തയ്ത്തിരിക്കണം ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത്. അപ്പോൾ എത്ര കൊടുക്കണം ഒരാൾക്ക്? അത് ഒരു ഷാണെങ്കിൽ 2 kg 600 gram. അപ്പോൾ പ്രത്യേക ഒരു ആ ഒത്ത് എത്ര ആളുണ്ട് ആശ്രയത്തിലുള്ളവർ അങ്ങനെല്ലാവരും ഒരു പ്രത്യേക തല ഓരോരുത്തർക്കായിട്ട് 2 kg 600 gram അവൻ്റെതും അവൻ്റെ ആശ്രയത്തിലുള്ളത് അങ്ങനെ കൊടുത്തിട്ട് അന്നൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുത്ത് വിട്ടോണം. അപ്പോൾ ആരല്ല കൊടുക്കരുത്, അവൻ്റെത് അന്നത്തെ അവൻ്റെ ആശ്രയത്തിൽ അന്നത്തെ രാത്രിയുടെ ചെലവും അതിൻ്റെ സുബയുടെ ചെലവും പെരുന്നാളിലെ ചെലവും അവൻ്റെ വസ്ത്ര അവന് വാടക കൊടുക്കും, വാടക അതിൻ്റെ ചെലവ് എടുത്ത് വെച്ചിട്ട് അതേപോലെ അവൻ്റെ വസ്ത്രത്തതും അതേ കട ഉണ്ടെങ്കിൽ ആ കടമെല്ലാം എടുത്ത് വെച്ചിട്ട് ബാക്കി എന്തെങ്കിലും വിശേഷിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ സ്വത്തിൽ അപ്പം അതിൽ എന്താക്കണം സക്കാത്ത് കൊടുക്കുന്നതായിട്ടിരിക്കട്ടെ. അങ്ങനെ അപ്പോൾ ആർക്ക് കൊടുക്കണോ? അത് ഖുർആനിൽ ചെന്ന 8 വിഭാഗക്കാരുള്ള അങ്കായിത്തിരിക്കും ഇത് കൊടുക്കേണ്ടത്. അത് ഫക്കീറന്മാർ മിസ്കിന്മാർ ഇങ്ങനെ സ്വത്ത് സക്കാത്ത് സംബന്ധമായി സ്വറ എടുക്കിടങ്ങ പുതിയ ഇസ്ലാം അതേപോലെ തന്നെ ആരെങ്കിലും അടിമ സ്വതന്ത്രാവുമ്പോൾ കരാർ പത്രത്തിന് അതേപോലെ കടക്കാർ മാർഗത്തിൽ സൈനികരും യുദ്ധം ചെയ്യുന്ന സൈനികരും അതേപോലെ മുസാഫിറും ഇങ്ങനെ ആയിത്തീർക്കും. അതിലിപ്പോൾ ഈ സ്ഥിതിയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിൽ ആറില്ല. സക്കാത്ത് സംബന്ധമായ സ്വറെടുക്കൽ ഗവൺമെൻറ് ഇസ്ലാമികമായ സർക്കാർ നിയമമാക്കിയ ഫ്രീ ആയിട്ട് സേവ ചെയ്യുന്ന അങ്ങനത്തെ ആരും ഇല്ല.
അതേപോലെ അടിമ സ്വതന്ത്ര പത്രം എഴുതിയ അടിമ ഇപ്പം ഇല്ല. അതേപോലെ അള്ളാഹുടെ മാർഗത്തിൽ ഇത് ചെയ്യുന്ന മുസ്ലിം സൈനികരും ഇപ്പം ഇല്ല. അല്ലാത്ത ഈ ബാക്കിയുള്ള വിഭാഗത്ത് കൊടുക്കണം. ഫക്കീർമാരുള്ളവരും മിസ്കിന്മാരുള്ളവരും അതേപോലെ പുതിയ ഇസ്ലാമി അതേപോലെ കടക്കാർ കഷ്ടപ്പെട്ടു അങ്ങ് അതേപോലെ ഈ യാത്ര പോണ്ടി നല്ല ഹലാലായ യാത്ര പോകണ്ടങ്ങ ഹജ്ജ് പോണ്ട് ഉംറത്ത് പോകും അങ്ങ് കഷ്ടപ്പെട്ടവർ അങ്ങ് വേണം സഹക്കാർക്ക് ഗൾഫ് പോണ്ടെങ്ക ആരെങ്കിലും പാവത്തങ്ങ അങ്ങ് പോകേണ്ട ഉദ്ദേശിച്ചിരിക്കില്ല. അപ്പം അവನು അങ്ങോട്ട് പൈസ ഇരിക്കില്ല, അവന് വിസ വന്നിരിക്കില്ല. അപ്പം അങ്ങനത്തെങ്ങല്ല അതുപോലെ കട കൊടുക്കുമ്പോൾ കഷ്ടപ്പെട്ട കട ഇരിക്കും, കട കൊടുക്കുമ്പോൾ കഷ്ടപ്പെട്ട അമ്മ ജക്കാത്ത് നോക്കിയിട്ട് അങ്ങ് കൂടി ജക്കാത്ത് കൊടുക്കണം. ഫക്കീരന്മാർ മിസ്കിന്മാർ ഫക്കീറിന് ഒരു ദരിദ്ര അപ്പോൾ അവന് നയിക്കിട അപ്പോൾ അവൻ്റെ ആശ്രയത്തെ ജീവിക്കിടങ്ങക്ക് അവൻ നയിച്ചത് മയ്യാവില്ല അവനായിത്തിരിക്കട ഫക്കീർ അവൻ നയിക്കിട അവൻ്റെ അത് അന്നുള്ള ചിലവ് അവനക്ക് മയ്യാവിടും. അപ്പോൾ പറ മിസ്കിൻ വൈത്തിരിക്കട ബട വൈത്തിരിക്കട അപ്പോൾ അങ്ങനത്തെ എല്ലാത്തിരിക്കടും ജക്കാത്തും അതേപോലത്തെ മറ്റുള്ള ഈ ജക്കാത്തും കൊടുക്കും വീട്ടേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാ സക്കാത്തുകളും എല്ലാ ഇബാദത്തും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ വേറെ വിഷയത്തിൽ സംസാരിക്കാം. സമയ ദീർഘായിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.